നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. കിൻഡർ ഗാർഡൻ മുതൽ നമ്മൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം വരെയും ഒരു സ്ട്രഗിളുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള സ്ട്രഗിളാണ്? നോട്ട്സിനും മെറ്റീരിയൽസിനും വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ അല്ലേ? ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള സ്ട്രഗിൾസാണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് നമ്മുടെ സ്കൂളിൽ പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയൽ കിട്ടും. പക്ഷേ ഇത് കുറച്ച് ഹയർ സ്റ്റഡീസിന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെറ്റീരിയലുകൾ റെഫർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തരുന്ന മെറ്റീരിയൽ മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വീണ്ടും റിസർച്ചിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ എത്ര മെറ്റീരിയൽസ് കിട്ടിയാലും നമുക്ക് മതിയാവില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട്. പക്ഷേ ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ചിലപ്പോൾ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ള കാശ് ഒരു ഘടകമാണ്. എല്ലാ മെറ്റീരിയലും ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു മെറ്റീരിയലോ 2 മെറ്റീരിയലോ ചിലപ്പോൾ വാങ്ങിക്കാൻ സാധിക്കും. ഇനി അതല്ല, ഒരേ കാര്യം തന്നെ ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു പബ്ലിഷറിൻ്റെ ഒരു രീതിയായിരിക്കാം, വേറൊരു പബ്ലിഷറിൻ്റെ വേറൊരു രീതിയായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും നമുക്ക് എല്ലാം വാങ്ങിക്കണം എന്ന്. പക്ഷേ ഈ പറയുന്ന പോലെ കാശിൻ്റെ കാര്യം ഓർത്ത് പലപ്പോഴും ലിമിറ്റഡ് റിസോഴ്സസിലേക്ക് പല ആൾക്കാരും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉണ്ട്, ഈ പറഞ്ഞ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തും കിട്ടും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്നൊരു കടൽ പോലെ കിടക്കുകയാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്കൂൾ സ്റ്റുഡൻസിനും കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്കും റിസർച്ച് ചെയ്യുന്നവർക്കും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഇനി ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവർക്കായാലും സെർച്ച് ചെയ്യാനും ആ മെറ്റീരിയൽസ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അതും ഫ്രീ ആയിട്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ IIT ഖരഗ്പൂർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. ഈ പറയുന്ന നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ആയിരക്കണക്കിന് മെറ്റീരിയൽസ്, അത് ഏത് ലെവലിലായാലും, സ്കൂൾ ലെവലിലായിക്കോട്ടെ കോളേജ് ലെവലിലായിക്കോട്ടെ, ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. ഇനി എൻജിനീയറിങ്ങിന് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, IITയിൽ ഒരു മെറ്റീരിയൽ വേണം, നമുക്ക് ആരെയും പരിചയമില്ല, പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ പറയുന്ന നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ IITയുടെയും NITയുടെയും NCERTയുടെയും ഇങ്ങനെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. സോ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലോഗിൻ ID ആയി. ഈ ലോഗിൻ IDയിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അതും വിവിധ ഭാഷകൾ, അതായത് എല്ലാ റീജിയണൽ ലാംഗ്വേജും അവിടെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല എഡ്യൂക്കേഷണൽ ലെവലിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ടോപ്പിക് അനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണ്ടത് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ടോപ്പിക്കാണ്. IIT ബോംബെയുടെ തെർമോഡൈനാമിക്സിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. സോ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക്, വായിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക്, കൂടുതൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്നൊരു പ്ലാറ്റ്ഫോം വളരെയധികം യൂസ്ഫുള്ളാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓതൻറ്റിക് ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സോഴ്സസിൽ നിന്നാണ് ഈ മെറ്റീരിയൽ വരുന്നത്. രണ്ടാമത്തത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിന് ഒരു സബ്സ്ക്രിപ്ഷൻ്റെയും ആവശ്യമില്ല. ഇനി ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ നമുക്കിഷ്ടമുള്ള മെറ്റീരിയൽ സേവ് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഫോൾഡർ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്, സിമിലർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊരു വണ്ടർഫുൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും. സോ നിങ്ങൾക്കറിയാവുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, റിസർച്ച് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെയും നിങ്ങൾ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാവരും തിരിച്ചറിയട്ടെ, ലേണിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രെസ്സുള്ളൊരു കാര്യമല്ല.